നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരർ രാജീവരുടെ വീട്ടിൽ SIT നടത്തിയ പരിശോധന പൂർത്തിയായി. പരിശോധന 8 മണിക്കൂറാണ് നീണ്ടത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, അങ്ങനെ വളരെ വിശദമായും തന്നെ ഒരു പരിശോധനയാണ് ഇപ്പോൾ SIT നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിച്ചതെന്ന വിവരം പുറത്തുവരുന്നുണ്ടോ? നിലവിൽ എന്തൊക്കെ പരിശോധിച്ചു, എന്തൊക്കെ പിടിച്ചെടുത്തു എന്നുള്ള കാര്യത്തിൽ SIT ഒരു വ്യക്തത നൽകുന്നില്ല. പക്ഷേ 3 കാര്യങ്ങളിലാണ് ഇന്ന് പ്രധാനമായും പരിശോധന നടന്നത്. ഒന്ന്, തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമാക്കുന്ന തെളിവുകൾ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളത്. മറ്റൊന്ന്, തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുള്ള തെളിവുകൾ. അതിന് പ്രധാനമായും SIT ആശ്രയിക്കുന്നത് ബാങ്ക് ഇടപാടുകളാണ്. തന്ത്രിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഇന്ന് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുകയാണ്. അതിനുമപ്പുറം ഇന്ന് പരിശോധനയിൽ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങളുണ്ട്. ആ ആഭരണങ്ങളുടെ പഴക്കവും തൂക്കവും മൂല്യവും കണക്കിലെടുത്ത് അത് പരിശോധിച്ച് അത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു തരി സ്വർണ്ണമെങ്കിലും അതിലുണ്ടോ എന്ന് കണ്ടെത്തുകയാണ്. അതിന് സ്വർണ്ണപ്പണിക്കാരുടെ കൂടി സഹായം തേടിയാണ് അന്വേഷണ സംഘം ഇന്ന് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ചെങ്ങന്നൂരിലെ തന്നെ ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൂടി അധികമായി ഇന്ന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അങ്ങനെ നിർണായകമായ പരിശോധനയുടെ ഫലം അത് SITക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഇനി മുന്നോട്ട് ഈ കേസിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും 8 മണിക്കൂറാണ് ഇന്ന് SIT സംഘം ഈ തന്ത്രിയുടെ ചെങ്ങന്നൂരുള്ള വീട്ടിലെത്തി പരിശോധന പൂർത്തിയാക്കി രാത്രി 10:45 മടങ്ങിയത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരർ രാജീവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ SIT. അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് SITയുടെ നീക്കം. ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് തന്ത്രി കണ്ഠരർ രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു. ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പാളികൾ കൈമാറിയതെന്ന് തന്ത്രി കണ്ഠരർ രാജീവരെ ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ലെന്നാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട തന്ത്രി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് തടഞ്ഞില്ലെന്നും SIT പറഞ്ഞിരുന്നു. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്നും തന്ത്രിക്കറിയാം. ശ്രീകോവിലിൽ സ്വർണം പൂശുമ്പോൾ തന്ത്രി സ്ഥാനം വഹിച്ച കണ്ഠരർ രാജീവർക്ക് പാളികളിലും സ്വർണം പതിച്ചതാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വിട്ടു നൽകിയതിൽ ദുരൂഹത ഉണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടോ എന്നുള്ളത് SIT പരിശോധിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. അതിനിടെയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന തന്ത്രി കണ്ഠരർ രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത്. തുടർന്ന് കണ്ഠരർ രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു. തന്ത്രിക്ക് പിന്നാലെ ഇനി അന്വേഷണം നീളുന്നത് ആരിലേക്കെന്നും ആകാംക്ഷ ഉണർത്തുന്നുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസും BJPയും തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയമുണ്ടെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. കുറ്റവാളികൾ ആരായാലും നിയമത്തിന് മുന്നിൽ വരണമെന്നാണ് CPIMന്റെ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റ് മുൻ ദേവസ്വം മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് ആരോപണം. അന്വേഷണം എല്ലാവരിലേക്കും എത്തണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജയിലിൽ കിടക്കുന്ന CPIMന്റെ 3 നേതാക്കളും തന്ത്രിയും മാത്രമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് K മുരളീധരൻ. മന്ത്രിമാർ അടക്കമുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല. ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ച ആ കേസിൽ ഉൾപ്പെടേണ്ടവരെല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത്. ഇനിയും അന്വേഷണം പലരിലും എത്തേണ്ടതായിട്ടുണ്ട്, സ്വകാര്യമായിട്ട് ചോദ്യം ചെയ്തോളൂ ഉൾപ്പെടെ. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. അറസ്റ്റിന് പിന്നാലെ BJP നേതാക്കൾ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത് അല്ല, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ചോദിക്കണം, ആരുടെ ഉത്തരവാദിത്തമാണത്? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ?
അതേസമയം അന്വേഷണം ശരിയായ ദിശയിലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. ആരാണോ കുറ്റവാളി അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു. തന്ത്രിയെ പിടിക്കാൻ പാടില്ലെന്നാ. ന്യൂസ് ഡെസ്ക് 24. ഗൾഫ് വാർത്തകൾ നോക്കാം. അറബ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള നേതാവായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. RT അറബിക് നടത്തിയ വാർഷിക ജനഹിത സർവേയിലാണ് ഒന്നാമതെത്തിയത്. തുടർച്ചയായ 5ാം വർഷമാണ് അറബ് ലോകത്തെ കരുത്തുറ്റ നേതാവിനെ തേടി അംഗീകാരമെത്തുന്നത്. അറബ് ജനതയുടെ മനസ്സിൽ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ എന്ന നേതാവിനുള്ള സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് അടിവരയിടുന്നതാണ് പുതിയ സർവേ ഫലം. റഷ്യൻ മാധ്യമമായ RT അറബിക് സംഘടിപ്പിച്ച വോട്ടെടുപ്പിൽ 5.5 ലക്ഷത്തിനടുത്ത് ആളുകളാണ് പങ്കെടുത്തത്. ഇതിൽ 68.88% വോട്ടുകളും കിരീടാവകാശിക്ക് അനുകൂലമായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 22 മുതൽ ഈ മാസം 9 വരെ നീണ്ടുനിന്ന വോട്ടെടുപ്പിൽ 3,72,312 പേരാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ പിന്തുണച്ചത്. കഴിഞ്ഞ 5 വർഷമായി മാറ്റമില്ലാതെ തുടരുന്ന ഈ ജനപിന്തുണ സൗദി അറേബ്യ വിഭാവനം ചെയ്യുന്ന വികസന കാഴ്ചപ്പാടുകൾക്കും അദ്ദേഹത്തിന്റെ ഭരണശൈലിക്കും ലഭിക്കുന്ന ആഗോള അംഗീകാരമായി കാണാം. പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമന് 26.84% വോട്ടുകൾ ലഭിച്ചു. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ 3ാം സ്ഥാനത്തും മൊറോക്കോ രാജാവ് മുഹമ്മദ് 6 4ാം സ്ഥാനത്തുമുണ്ട്. മേഖലയിലെ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതാവ് എന്ന നിലയിൽ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ പ്രഭാവം വർഷം തോറും വർദ്ധിച്ചു വരികയാണെന്ന് ഈ വോട്ടെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. സൗദിയിൽ നടന്നുവരുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ അറബ് ജനതയ്ക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാണ് നൽകിയിരിക്കുന്നത്. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. കറൻസി നോട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ മാർഗനിർദ്ദേശവുമായി UAE സെൻട്രൽ ബാങ്ക്. നോട്ടുകൾ മടക്കുകയോ കീറുകയോ ചെയ്യരുത്. രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ചിഹ്നമാണ് കറൻസിയെന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു. കറൻസി നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കുറിപ്പിലാണ് UAE സെൻട്രൽ ബാങ്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. നോട്ടുകൾ കീറാൻ പാടില്ല. മടക്കി വയ്ക്കുന്ന രീതി ഒഴിവാക്കണം. ചുരുട്ടുകയോ വികൃതമാക്കുകയോ ചെയ്യരുത്. നോട്ടിൽ എഴുതാൻ പാടില്ല. ഇങ്ങനെ വിവിധ മാർഗനിർദ്ദേശങ്ങളാണുള്ളത്. നോട്ടുകൾ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും സാമ്പത്തിക മേഖലയെയും സൂചിപ്പിക്കുന്നു. നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന വസ്തുവാണ് കയ്യിലുള്ളതെന്ന് ഓർമ്മ വേണം. നോട്ടുകൾ സൂക്ഷിക്കുന്നത് രാജ്യത്തിൻ്റെ യശസ് ഉയർത്തും. കീറിയ നോട്ടുകൾ മാറുന്നതിനുള്ള നിയമവും ശക്തമാക്കുന്നുണ്ട്. നോട്ടുകൾ കൈമാറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 24, ദുബായ്. ഒമാന്റെ തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ചിരിക്കുകയാണ് മസ്കറ്റ് നൈറ്റ്സ്. 8 വേദികളിലായാണ് ഒമാൻ മുനിസിപ്പാലിറ്റി സംഘടിപ്പിക്കുന്ന മെഗാ ആഘോഷം നടക്കുന്നത്. കലാ സാംസ്കാരിക വിനോദ പരിപാടികൾ മസ്കറ്റ് നൈറ്റ്സിന്റെ ഭാഗമാക്കും. ഖുറം നാച്ചുറൽ പാർക്ക്, അമിറാത്ത് പബ്ലിക് പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ, റോയൽ ഒപ്പേറ ഹൗസ്, സ്റ്റീവ് ബീച്ച്, കുറിയാത്ത് വിലായത്ത്, വാദി അൽ ഖൂദ്, ബൗഷർ സാൻഡ്സ് എന്നിങ്ങനെ 8 ഫെസ്റ്റിവൽ വേദികൾ. കല, സാംസ്കാരികം, പൈതൃകം, ഇൻഫോർടൈൻമെന്റ്, വിനോദം, ഉല്ലാസം, പാചകം. എന്തിലാണോ നിങ്ങൾക്ക് താല്പര്യം അതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചറിയാൻ ഒമാൻ നൈറ്റ്സിൽ കഴിയും. ഫാമിലിയായിട്ട് പുറത്തു വന്ന് ഒരുപാട് എൻജോയ് ചെയ്യാനും കുട്ടികൾക്കൊക്കെ കളിക്കാനും അവരുടെ സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് മസ്കറ്റ് നൈറ്റ്സ്. ഇത് ഒരുക്കുന്ന മസ്കറ്റ് മുനിസിപ്പാലിറ്റിക്കും സർക്കാരിനൊക്കെ ഞങ്ങൾ ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ഓരോ മസ്കറ്റ് നൈറ്റ്സും കടന്നു പോകാറുള്ളത്. സാംസ്കാരിക പരിപാടികൾക്കും രാജ്യത്തെ പരമ്പരാഗത കലാരൂപങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. LED ലൈറ്റുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ സന്ദർശകരെ കാത്തിരിക്കുന്നു. നസീം ഗാർഡനിൽ വിനോദ പരിപാടികളാണ് കൂടുതലായി നടക്കുന്നത്. ആമിറാത്ത് പാർക്കിൽ പ്രധാനമായും ഒമാനി പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രദർശനവും.
ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ വേദിയാകുന്ന സർക്കസിൽ അന്താരാഷ്ട്ര കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ആക്രോബാറ്റിക്സ്, എയർ ആക്ടുകൾ, ബാലൻസ് പ്രകടനങ്ങൾ എന്നിവ അരങ്ങേറുന്നുണ്ട്. ഡ്രോൺ ഷോ കാണാൻ കുറം നാച്ചുറൽ പാർക്കിലെത്തണം. നല്ല ഡ്രോൺ ഷോസ്, ഡ്രോൺ ഉണ്ട് നല്ലപോലെ, അതേമാതിരി ലൈറ്റിങ്സ്, ഇതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. സർക്കസ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഇത് തന്നെ പല ഒരു 7, 8, 9 സ്ഥലത്ത് വരെ നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇഷ്ടപ്പെട്ടു വളരെ. പിന്നെ മെയിനായിട്ട് ഇവിടെ ക്ലൈമറ്റ് അടിപൊളിയാണ്. അപ്പോൾ ഏറ്റവും അധികം ചൂടെന്ന് പറയുന്നത് ഗൾഫിലാണല്ലോ. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് ഒരു 3 months വളരെ നന്നായിട്ടുണ്ട്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇപ്പോൾ ഒമാനി പരമ്പരാഗത സംഗീതം, നെയ്ത്ത്, മരപ്പണി, മൺപാത്ര നിർമ്മാണം തുടങ്ങിയ വിവിധ തരത്തിലുള്ള കാഴ്ചകളും ഫെസ്റ്റിവൽ നഗരിയിൽ ആകർഷകമാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം വളരെ വ്യത്യസ്തമായിട്ടൊരു മസ്കറ്റ് നൈറ്റ് ആയിട്ട് തോന്നി. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസും, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ലൈറ്റ് ഷോസും, അതുപോലെ തന്നെ ഡ്രോൺ ഷോ, പിന്നെ അതുപോലെ ലൈക്ക് ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ വർഷം അനുഭവപ്പെട്ട്. വൈകിട്ട് 4 മണി മുതലാണ് പ്രവേശനം. 20 ലക്ഷം കാഴ്ചക്കാരെയാണ് മസ്കറ്റ് നൈറ്റ്സിൽ ആകെ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മസ്കറ്റ് നൈറ്റ്സിന്റെ വേദികൾ ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡ്രോൺ ഷോ, ലൈറ്റ് ഷോ തുടങ്ങി നിരവധി വിഭവങ്ങളാണ് സന്ദർശകർക്കായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഒരുക്കിയിട്ടുള്ളത്. മസ്കറ്റ് നൈറ്റ്സിന്റെ വേദിയായ അമറാത്ത് പാർക്കിൽ നിന്നും ബിനുവസ് കൊട്ടാരക്കര, 24. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ മെൽബണിൽ പ്രതിഷേധം. ചൈനയിലെ നിർബന്ധിത അവയവദാനം, ഇറാനിലെ ഭരണകൂട അതിക്രമങ്ങൾ എന്നിവയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. ലോകശ്രദ്ധ ഈ വിഷയങ്ങളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ മെൽബൺ സ്റ്റേറ്റ് ലൈബ്രറിക്ക് മുന്നിലും ടൗൺ ഹാളിന് മുന്നിലും അരങ്ങേറുകയാണ്. ചൈനയിലെ നിർബന്ധിത അവയവദാനം നിർത്തലാക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം പ്രവർത്തകർ തെരുവിലിറങ്ങിയപ്പോൾ ഇറാനിൽ കൊല്ലപ്പെട്ട പ്രക്ഷോഭകാരികൾക്ക് നീതി തേടിയുള്ള മുദ്രാവാക്യങ്ങളും അവിടെ ഉയർന്നു. ചൈനയിലെ നിർബന്ധിത അവയവദാനത്തിനെതിരെയാണ് പ്രധാന പ്രതിഷേധങ്ങളിൽ ഒന്ന്. ജയിൽ പുള്ളികളുടെ അവയവങ്ങൾ നിർബന്ധപൂർവ്വം അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കായി ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ഇത് മനുഷ്യാവകാശങ്ങളുടെ കടുത്ത ലംഘനമാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന മെൽബണിലെ അതിപ്രധാനമായ സ്റ്റേറ്റ് ലൈബ്രറിക്കും ടൗൺ ഹാളിനും മുന്നിൽ പ്രതിഷേധത്തിന് വേദിയായത് ശ്രദ്ധേയമാണ്. ഈ വിഷയങ്ങളിലേക്ക് ആഗോള ശ്രദ്ധ ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയും തിരക്കേറിയ ഒരു കേന്ദ്രം പ്രകടനത്തിനായി തിരഞ്ഞെടുത്തത്. ഒരേ വേദിയിൽ ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തി. ഇറാനിൽ സർക്കാരിന്റെ അടിച്ചമർത്തലിൽ കൊല്ലപ്പെട്ട പ്രക്ഷോഭകാരികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പോസ്റ്ററുകളും ബാനറുകളും സ്റ്റേറ്റ് ലൈബ്രറിയുടെയും ടൗൺ ഹാളിന്റെയും പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഭരണകൂട ഭീകരതയ്ക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നാണ് ഇവരുടെ ആഹ്വാനം. ചുരുക്കത്തിൽ ചൈനയിലെ നിർബന്ധിത അവയവദാനം, ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിങ്ങനെ 2 സുപ്രധാന ആഗോള വിഷയങ്ങൾ മെൽബണിൽ ഒരുമിച്ച് ഉയർത്തിക്കാട്ടുകയാണ്. ഈ പ്രതിഷേധങ്ങൾ ഈ വിഷയങ്ങളുടെ ഗൗരവം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ പ്രേരിപ്പിക്കാനുമുള്ള ഒരു ശ്രമമായി മാറുന്നു. മെൽബണിൽ നിന്നുള്ള ഈ പ്രതിഷേധങ്ങളുടെ അലയൊലികൾ ലോകമെമ്പാടും എത്തുമെന്നാണ് പ്രതീക്ഷ. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ഷാജു ഫ്രാൻസിസിനൊപ്പം ചിനു ജെറാഡ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനത്ത് അതിരൂക്ഷമായ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. നിയന്ത്രണാതീതമായി മുന്നേറുന്ന തീ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനം അതിശക്തമായ കാട്ടുതീയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. നിയന്ത്രണാതീതമായി പടർന്നു പിടിക്കുന്ന ഈ കാട്ടുതീ ആയിരക്കണക്കിന് ഏക്കർ വനത്തിനും ജനവാസ മേഖലകൾക്കും ഭീഷണിയായിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം അതീവ ഗുരുതരവും അപകടകരവുമായ സാഹചര്യമാണ് നിലവിൽ. കാട്ടുതീയുടെ തീവ്രത വർദ്ധിച്ചതോടെ പലയിടത്തും ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതിവേഗം നടക്കുന്നുണ്ട്. അഗ്നിശമന സേനയും സന്നദ്ധ പ്രവർത്തകരും രാവും പകലും ഇല്ലാതെ തീ അണയ്ക്കാനുള്ള പോരാട്ടത്തിലാണ്. എന്നാൽ വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും തീ പടരുന്നതിന് അനുകൂല സാഹചര്യം ഒരുക്കുകയാണ്. നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായും റോഡുകൾ അടച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പല ഗ്രാമങ്ങളെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് തീ മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾ നിർണായകമാണെന്നും ജനങ്ങൾ അതീവ ശ്രദ്ധയോടെ ഇരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിക്ടോറിയയിലെ ജനങ്ങൾ പരസ്പരം താങ്ങും തണലുമായി നിൽക്കുകയാണ്. ഈ ദുരന്തത്തെ അതിജീവിക്കാനും കാണാതായവരെ കണ്ടെത്താനുമുള്ള കൂട്ടായ പ്രാർത്ഥനകളും പ്രതീക്ഷകളുമാണ് ഇപ്പോൾ ചുറ്റിലും ഉയരുന്നത്.
പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ മനുഷ്യന്റെ നിസ്സഹായത ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ ഓരോ ദിവസത്തെയും അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് വിക്ടോറിയൻ ജനത. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ലിജ ചാക്കോ. റിസാല സ്റ്റഡി സർക്കിൾ കലാലയം സാംസ്കാരിക വേദിക്ക് കീഴിൽ സൗദിയിലെ അസീറിൽ സംഘടിപ്പിച്ച പ്രവാസി സാഹിത്യോത്സവ് സമാപിച്ചു. നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്ത സാഹിത്യോത്സവ് പ്രവാസ ലോകത്തെ സർഗപ്രതിഭകളുടെ സംഗമവേദിയായി. മമൂദ് സഖാഫി മാവൂർ ഉദ്ഘാടനം ചെയ്തു. വേരിറങ്ങിയ വിത്തുകൾ എന്ന പ്രമേയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ നു അബ്ദുള്ള ഖാൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. ഇൻസ്റ്റഗ്രാമിൽ സുരക്ഷാ വീഴ്ച. 1.75 കോടി ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നുവെന്ന് റിപ്പോർട്ട്. വാൽവെയർ ബൈറ്റ്സ് ആണ് വീഴ്ച പുറത്തുവിട്ടത്. ലൊക്കേഷൻ, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവ അടക്കമാണ് ചോർന്നത്. വിവരങ്ങൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്കെത്തി എന്നാണ് വിവരം. ഇറാനിലെ പ്രക്ഷോഭകാരികൾക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ 217 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ആശുപത്രിയിൽ ഡോക്ടറെ ഉദ്ധരിച്ച് ടൈം മാഗസിനാണ് വാർത്ത പുറത്തുവിട്ടത്. പ്രക്ഷോഭകാരികൾ തെമ്മാടിക്കൂട്ടങ്ങളെന്നും സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി വ്യക്തമാക്കി. ഇറാനിൽ ഇന്റർനെറ്റ് വിലക്ക് തുടരുന്നതിനിടെയാണ് സുരക്ഷാസേന പ്രക്ഷോഭകരെ കൂട്ടക്കുരുതി ചെയ്യുകയാണെന്ന് ടൈം മാഗസീനിലൂടെ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ. 200-ലധികം പേർ വെടിവയ്പിൽ കൊല്ലപ്പെട്ടെന്നാണ് ടൈം മാഗസീൻ റിപ്പോർട്ട് ചെയ്തത്. മരിച്ചവരിൽ ഭൂരിഭാഗവും യുവാക്കളാണെന്നും അധികൃതർ അറിയിച്ചു. ആശുപത്രിയിൽ നിന്ന് ഉടനടി മൃതദേഹം മാറ്റിയെന്നാണ് വെളിപ്പെടുത്തൽ. കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് നിലവിൽ 63 പ്രതിഷേധക്കാർ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന തെമ്മാടിക്കൂട്ടമാണെന്നും സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി പ്രഖ്യാപിച്ചു. പ്രക്ഷോഭം ഇറാന്റെ 31 പ്രവിശ്യകളിലേക്കും വ്യാപിച്ചുവെന്നാണ് വിവരം. അതിനിടെ പ്രക്ഷോഭത്തിൽ അമേരിക്കയുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഇറാനിലെ മുൻ ഷാ ഭരണാധികാരിയുടെ മകൻ റെയ്സ പഹ്ലവി സമൂഹമാധ്യമത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഇപ്പോൾ അമേരിക്കയിലുള്ള റെയ്സ പഹ്ലവി ഭരണം ഏറ്റെടുക്കണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. കഴിഞ്ഞ ഡിസംബർ 28-നാണ് വിലക്കയറ്റത്തിനും കറൻസി മൂല്യ തകർച്ചയ്ക്കുമെതിരെ ഇറാനിൽ പ്രക്ഷോഭം തുടങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. തരംഗ് ബഹ്റൈൻ പിറവി ക്രിയേഷൻസിന്റെ കൂട്ടായ്മയിൽ ബഹ്റൈൻ മലയാളികൾ ചേർന്ന് ശരണമന്ത്രം എന്ന പേരിൽ അയ്യപ്പ ഭക്തിഗാനം പുറത്തിറക്കി. പി രാധാകൃഷ്ണനാണ് രചന. സംഗീതം ശശീന്ദ്രൻ വി. ആലാപനം രാജ വി. മണ്ഡലകാലമതുധന്യം ഭക്തിയിൽ മുങ്ങി നീരാടി കർപ്പൂര ദീപമൊഴിഞ്ഞു ഭക്തർ വലം വച്ചു തൊഴുന്നേ നിത്യം. സ്വാമിയേ ശരണം അയ്യപ്പ, അയ്യനേ ശരണം. അൽമദീന ഗ്രൂപ്പിന്റെ വിന്റർ ഡ്രീംസ് സമ്മാന പദ്ധതിയിലെ 10ാമത് നറുക്കെടുപ്പ് വിജയികളെ പ്രഖ്യാപിച്ചു. കാറും അന്താരാഷ്ട്ര യാത്രയും ഷോപ്പിംഗ് വൗച്ചറും അടക്കമുള്ളവയാണ് സമ്മാനങ്ങൾ. വിവിധ എമിറേറ്റുകളിലെ ഔട്ട്ലെറ്റുകളിൽ ഫെബ്രുവരി 1 വരെ വൻ ഓഫറുകളും നറുക്കെടുപ്പും ഉണ്ടാകും. ദുബായിലെ ബർദുബായ് സെൻട്രൽ മാളിലായിരുന്നു മദീന വിന്റർ ഡ്രീംസ് പ്രൊമോഷന്റെ 10ാമത് നറുക്കെടുപ്പ്. അൽമദീന മാംഗോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് 1 ദിർഹത്തിനോ അതിൽ മുകളിലോ ഷോപ്പിംഗ് നടത്തിയ ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത്. മുഹമ്മദ് അക്കീൽ അഹമ്മദിനാണ് കാർ സമ്മാനമായി ലഭിച്ചത്. വിമാനയാത്ര, ബന്ധുക്കളെ ദുബായിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം, മക്കളുടെ പഠന ചെലവ്, 1 വർഷത്തേക്കുള്ള വീട്ടുവാടക, 12 കാറുകൾ തുടങ്ങി 100-ലധികം സമ്മാനങ്ങളാണ് അൽമദീന ഒരുക്കിയിരിക്കുന്നത്. ഒരു ദിറംസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യൂ, അതും ആഴ്ച തോറും നിങ്ങൾക്ക് എല്ലാവരും ഡ്രീം ചെയ്യുന്ന പ്രൈസസാണ് ഇതിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഒരു കാറ് കൊടുക്കുന്നുണ്ട്, അതും എല്ലാ ആഴ്ചയാണ്. കുട്ടികൾക്കുള്ള സ്കൂൾ ഫീസുണ്ട്. നമ്മളിപ്പം പറയാറില്ല, കുട്ടികൾ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് 1 ദിറംസ് ചിലപ്പോൾ സ്പെൻഡ് ചെയ്യും. ആ 1 ദിറംസ് ആയിരിക്കും അവർ 1 വർഷത്തെ ഫീസ്. ഇന്ന് ഏകദേശം 10ഓളം വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തു. 10ഓളം കുട്ടികൾക്ക് സ്കൂൾ ഫീസ് കിട്ടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ഡ്രീം ദുബായ് എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി പ്രാവശ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ദുബായ് കാണിക്കാനുള്ളൊരു അവസരം കൂടി അതിലൂടെ കിട്ടുന്നുണ്ട്. അതിന് പുറമെ ഒരു ഇൻ്റർനാഷണൽ ടൂർ പാക്കേജും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തൊരു ബമ്പർ സാധനമാണ് 1 ഇയർ ഹോം റെൻറ്റ്. അറിയാമല്ലോ, ഇവിടെ വാടകകൾ ഒരുപാടായിട്ട് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതും നമ്മളെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ റിലീഫ് ആയിക്കോട്ടെ എന്നുള്ള ആൾക്കാണ് നമ്മൾ അതും കൂടി പ്രാവശ്യം ആഡ് ചെയ്തത്. ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പിലെ റാഷിദ് അൽമാരി
അൽമദീന മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നവംബർ 1 ആരംഭിച്ച സമ്മാന പദ്ധതി ഫെബ്രുവരി 1 വരെ നീണ്ടു നിൽക്കും. എല്ലാ ആഴ്ചകളിലും നറുക്കെടുപ്പും സമ്മാന വിതരണവുമുണ്ട്. 24 ദുബായ്. ഐവിദ സ്മാരക അവാർഡ് 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ഏറ്റുവാങ്ങി. മാധ്യമരംഗത്തെ മികച്ച സംഭാവനയ്ക്കാണ് പുരസ്കാരം. കലാ സാംസ്കാരിക രംഗത്തെ പുരസ്കാരം പുരുഷൻ കടലുണ്ടി ഏറ്റുവാങ്ങി. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബാണ് അവാർഡ് സമ്മാനിച്ചത്. നടൻ കോഴിക്കോട് സുധിയെ ചടങ്ങിൽ ആദരിച്ചു. ബാബു പാറശ്ശേരി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇസ്രയേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വയനാട് കോളിയാടി സ്വദേശി ജിനേഷിന്റെ ഭാര്യ രേഷ്മയുടെ ആത്മഹത്യയിൽ ബ്ലേഡ് മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി കുടുംബം. ബ്ലേഡ് മാഫിയ സംഘം ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് രേഷ്മ ബത്തേരി പോലീസിന് നൽകിയ പരാതിയടക്കം ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം രംഗത്ത് വന്നത്. കഴിഞ്ഞ 30-നാണ് രേഷ്മയെ ബത്തേരി കോളിയാടിയിലെ വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയുടെ കാരണം ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെന്ന് ആരോപിക്കുകയാണ് ബന്ധുക്കൾ. കോവിഡ് കാലത്ത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഭർത്താവ് ജിനേഷ് ബീനാച്ചി പഴുപ്പത്തൂർ സ്വദേശികളിൽ നിന്ന് 20 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. ഇത് വിവിധ ഘട്ടങ്ങളായി പലിശ സഹിതം തിരിച്ചു നൽകിയെന്ന് വ്യക്തമാക്കുന്ന ജിനേഷിന്റെ പരാതിയുടെ പകർപ്പും രേഷ്മയുടെ പരാതിയുടെ പകർപ്പും കുടുംബം പുറത്തുവിട്ടു. അന്ന് നൽകിയ ബ്ലാങ്ക് ചെക്കുകളും മുദ്രപത്രങ്ങളും വ്യാജരേഖകളും ഉപയോഗിച്ച് ജിനേഷിന്റെ വീടും സ്ഥലവും തട്ടിയെടുത്തതിൽ മനംനൊന്താണ് രേഷ്മയുടെ ആത്മഹത്യ എന്നാണ് ആരോപണം. കടബാധ്യതയെ തുടർന്ന് ജിനേഷ് ഇസ്രായേലിലേക്ക് പോകും മുമ്പ് ഈ സംഘം തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായും പരാതിയുണ്ട്. 6 മാസം മുമ്പാണ് ഇസ്രായേൽ വെച്ച് ജിനേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ജിനേഷിന്റെ മരണശേഷം ഇതേ സംഘം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതായും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും രേഷ്മ ബത്തേരി പോലീസിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് പരാതി നൽകിയിട്ടുണ്ട്. ഭർത്താവ് ഒപ്പിട്ട് നൽകിയ രേഖകൾ തിരികെ ലഭിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി. അവർ ഭീഷണിപ്പെടുത്തി കോടതിയിൽ നിന്ന് ഇത് വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ മോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. നല്ലോണം അടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മോനെ നല്ലോണം അടിച്ചിട്ടുണ്ട്. രേഷ്മേനെയും കൂടെ ഒരു പ്രാവശ്യം രേഷ്മയും കൂടെ കൂട്ടിപ്പോയിട്ടുണ്ട്. രേഷ്മയും ജിനുവിനെ പുറകിലിരുത്തി രേഷ്മനെ നടുക്ക് സീറ്റിലിരുത്തിയിട്ട് അടിച്ചു എന്ന് പറഞ്ഞു. രേഷ്മ എന്നിട്ട് വണ്ടിയിൽ നിന്ന് ചാടാൻ തുടങ്ങുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നു. അത് അന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവസാനമാണ് ഇവർ പിടിച്ചുകൊണ്ടുപോയി അടിച്ചു എന്ന് പറഞ്ഞത്. അതെന്നോട് പറഞ്ഞതാണ് എൻ്റെ മോൻ. മമ്മി മധു മനുവേട്ടനൊക്കെ കുറേ പേരുണ്ടായിരുന്നു, 3-4 ആളുണ്ടായിരുന്നു. പിടിച്ചുകൊണ്ട് എന്നെ റൂമിലിട്ടു, അടിച്ചു. ഇങ്ങനെ എല്ലാ കടലാസിലും ഒപ്പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരിനി എന്തും ചെയ്യുന്നു. അത് നമുക്ക് വീട് വിട്ടുകൊടുക്കരുത്. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവൻ അവിടെ പോയ സാലറിയൊക്കെ കൂടുതൽ കിട്ടും. അങ്ങനെ പോയത്. ജിനേഷ് പരാതി കൊടുത്ത അതേ ആവശ്യങ്ങളാണ്. 4 ചെക്ക് മുദ്ര പേപ്പർ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ എന്തെങ്കിലും എഴുതിയെടുക്കാൻ സാധ്യതയുണ്ട്. ബലമായിട്ട് എൻ്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ എഴുതി മേടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ അവൾ ആദ്യ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് അവളെ മാനസികമായിട്ട് അത് ഭർത്താവിൻ്റെ ഇതും ഇവരുടെ ഇതും എല്ലാം കൊണ്ടും അവളെ അങ്ങനെ ചെയ്ത് ഇവരുടെ കാര്യം വ്യക്തമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ പല വീടുകളും ഇവർ കാരണം ഇതായിട്ടുണ്ട്. ഇവർക്ക് മെയിനായിട്ട് നോട്ടം മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് സ്ഥലമാണ്. വ്യാജരേഖകൾ ചമച്ച് സ്വത്ത് തട്ടിയെടുത്തുവെന്നും മകളുടെ മരണകാരണം ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണിയെന്നും ചൂണ്ടിക്കാട്ടി രേഷ്മയുടെയും ജിനേഷിന്റെയും ബന്ധുക്കൾ നൽകിയ പരാതി ബത്തേരി പോലീസ് നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട്. എന്നാൽ ഈ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തത് ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഉന്നത ബന്ധങ്ങളെന്ന ആക്ഷേപവും ശക്തമാണ്. 24 വയനാട്. വേൾഡ് മലയാളി കൗൺസിൽ നോർത്ത് ടെക്സാസ് ആഘോഷങ്ങൾ സമാപിച്ചു. 2026 ഗ്ലോബൽ കോൺഫറൻസിന് ഡാലസിൽ തുടക്കമായി. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. വേൾഡ് മലയാളി കൗൺസിൽ നോർത്ത് ടെക്സാസ് പ്രവിശ്യയുടെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. സെന്റ് ഇഗ്നേഷ്യസ് മലങ്കര യാക്കോബായ ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ 2026 ഡാലസിൽ നടക്കാനിരിക്കുന്ന ഗ്ലോബൽ കോൺഫറൻസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നടന്നു. ഡാലസിൽ നടക്കുന്ന ഗ്ലോബൽ കോൺഫറൻസിന്റെ ഔദ്യോഗിക കിക്ക് ഓഫ് കർമ്മവും ഇതോടൊപ്പം നടന്നു. ജോൺസൺ തലച്ചെല്ലൂർ കോൺഫറൻസ് സംബന്ധിച്ച വിവരങ്ങളും രജിസ്ട്രേഷൻ അപ്ഡേഷനുകളും വേദിയിൽ അവതരിപ്പിച്ചു. ഫാദർ ബേസിൽ അബ്രഹാം മുഖ്യാതിഥി ആയിരുന്നു. ഗൾഫ് ഡേ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.